ആരാണി ഭോലെ ബാബ? ഉത്തർപ്രദേശിലെ ഹത്രാസിലെ ആൾക്കൂട്ടക്കുരുതിക്ക് ഉത്തരവാദി ആരാണ്? ആളുകൾ നാരായണഹരി എന്നും ഭോലെ ബാബയെന്നും വിളിക്കുന്ന സാഗർ വിശ്വഹരിയുടെ കാൽച്ചുവട്ടിലെ മണ്ണെടുക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് 130ഓളം ആളുകളുടെ ജീവൻ നഷ്ടമായതെന്നാണ് റിപ്പോർട്ട്. കാൽച്ചുവട്ടിലെ മണ്ണെടുത്ത് പൂജിക്കാനും മാത്രം ആരാണ് ഈ ദിവ്യൻ ഭോലെ ബാബ? അയാൾ എങ്ങനെയാണ് മന്ത്രിമാരുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും ആരാധനാ മൂർത്തിയായത്? ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും പോലീസ് FIRൽ പേര് വരാത്ത വിധം പിടിപാടുള്ളയാളാണ് ഭോലെ ബാബ. എങ്ങനെയാണ് അയാൾക്ക് ഈ പിടിപാടുണ്ടായത്? ഉത്തർപ്രദേശിലെ കർഷക കുടുംബത്തിൽ ജനിച്ച സുരാജ് പാൽ സിംഗ് എന്ന വ്യക്തി ഭോലെ ബാബ ആയ കഥ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. വെള്ളക്കോട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ചെത്തി വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഈ 60കാരനെ ദൈവത്തിന്റെ മറ്റൊരു രൂപമായാണ് UPക്കാർ കണ്ടത്. ബഹദൂർ നഗരിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച സുരാജ് പാൽ സിംഗ് പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നാണ് വിവരം. പിന്നീട് അയാൾ സ്വയം വിരമിച്ചു. ഗവൺമെന്റ് ഇന്റലിജൻസ് ബ്യൂറോയിലെ മുൻ ജീവനക്കാരനാണെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. 26 വർഷം മുമ്പ് ഈ ജോലി ഉപേക്ഷിച്ച് മതപ്രഭാഷണങ്ങൾ നടത്തി തുടങ്ങി. നാരായൺ സാഗർ ഹരി എന്ന പുതിയ പേര് സ്വീകരിച്ച ബാബ ദൈവം താൻ തന്നെയാണെന്ന് വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു. വെള്ളവേഷത്തിലെത്തുന്ന ബാബയെ കാണാൻ സത്സംഗ് യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും നാരായൺ സാഗർ ഹരിക്ക് ആരാധകരുണ്ടായി. മിക്ക സത്സംഗങ്ങളിലും ബാബയ്ക്കൊപ്പം ഭാര്യ പ്രേം ഭാട്ടിയയും എത്തിയിരുന്നു. ഇവരെ മാതാജി എന്ന് അനുയായികൾ വിളിച്ചു. 100 കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കൊട്ടാര സമാനമായ ആശ്രമത്തിലായിരുന്നു ബാബയുടെ ജീവിതം. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിലാണ് ഭോലെ ബാബ പ്രഭാഷണങ്ങൾക്കും യോഗങ്ങൾക്കും എത്തിയിരുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ബാബയെ ഒരു നോക്ക് കാണാൻ സത്സംഗങ്ങളിൽ വരുന്നിരുന്നു. തന്റെ സുരക്ഷയ്ക്കായി നാരായണി സേന എന്ന പേരിൽ തന്നെ ഒരു ആയുധ സേന ഈ ആൾദൈവത്തിനുണ്ട്. നേരത്തെയും അനുവദിച്ചതിലധികം ആളുകളെ പങ്കെടുപ്പിച്ച സത്സംഗ് സംഘടിപ്പിച്ചതിന് ഈ ബാബ വിവാദത്തിലായിട്ടുണ്ട്. 2022 കോവിഡ് ഭീതിയുടെ സമയത്ത് വെറും 50 പേരുടെ കൂടിച്ചേരലിന് മാത്രം അനുമതി നൽകിയിരിക്കെ അത് ലംഘിച്ച് 50,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടാണ് ഭോലെ ബാബ അന്ന് യോഗം സംഘടിപ്പിച്ചത്. അന്നത് വൻ വിവാദമായിരുന്നു. എന്നാൽ അന്നും ഇന്നും ബാബയ്ക്കെതിരെ യാതൊരു കേസും എടുത്തിട്ടില്ല. ഭോലെ ബാബ ഒരു സോഷ്യൽ മീഡിയ വിരോധിയാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ബാബയ്ക്ക് ഔദ്യോഗിക അക്കൗണ്ടുകൾ ഒന്നുമില്ല. താഴെത്തട്ടിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഗണ്യമായി ഉണ്ടെന്നാണ് അനുയായികളുടെ അവകാശവാദം. സ്ത്രീകളും കുട്ടികളുമാണ് ബാബയുടെ ആരാധകരിലേറെയും. ഹത്രാസിൽ ഇപ്പോൾ നടന്ന അപകടത്തിൽപ്പെട്ടതിലേറെയും സ്ത്രീകളും കുട്ടികളുമായതിന്റെ പിന്നിലും ഇതേ കാരണമാണ്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പരിക്കേറ്റവർ നിരവധി ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ UP സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഭോലെ ബാബ ഒളിവിൽ പോയെന്നും കേൾക്കുന്നു. ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തിയാലും യോഗി ആദിത്യനാഥിന്റെ പോലീസ് ബാബയ്ക്കെതിരെ നടപടിയെടുക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.